നമസ്തേ. ഇന്ന് നമ്മൾ അലങ്കാറാണ് നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നാളെ എക്സാം ആണല്ലോ, അതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഛന്ദ് പറഞ്ഞു, രസ് പറഞ്ഞു. രസ് ആരാണ്? ഭരതമുനിയാണ്. ഛന്ദ് പിംഗൾമുനിയാണ്. അപ്പോൾ അലങ്കാർ ആരാണ്? ഭാമഹാണ്. പ്രത്യേകം ഓർത്ത് വെക്കണം. അലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കവിതാക്കോ അലങ്കൃത് കർണേ ജോ ചീസ് ഹേ വോഹി അലങ്കാർ ഹേ. സിമ്പിളായിട്ടാണ് പറയുന്നത്. കവിതാക്കോ അലങ്കൃത് കർണേ വാലെ ജോ ചീസ് ഹേ വോഹി അലങ്കാർ ഹേ. കവിതയെ അലങ്കരിക്കുന്ന വസ്തുവാണ്. എന്ത് വസ്തുവാണ്? ആ ഒരു വസ്തുവാണ് അലങ്കാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ന് പറയാം, കാവ്യ का वो रूप जो उसकी सुंदरता को बढ़ाए, जो अलंकरण करते उससे अलंकार कहते हैं. അല്ലേ? കവിതയെ അലങ്കരിച്ച് അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? അലങ്കാരമെന്ന് പറയാം. പിന്നെ അലങ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കാർ എന്നുള്ള വേർഡിനെ നമ്മൾ സന്ധി വിച്ഛേദം ചെയ്ത എങ്ങനെയാക്കാം? അലം പ്ലസ് ഖാർ ആണ്. അപ്പോൾ അലങ്കാർ മത്ലബ് എന്താണ്? അലങ്കൃത് കർണേ വാലെ. അലം മീൻസ് അലങ്കൃത്, ഖാർ മീൻസ് കർണേ വാലെ. അപ്പോൾ അലങ്കാർ അലങ്കൃത് കർണേ വാലെ എന്നാണ് അലങ്കാറിൻ്റെ മീനിങ്. അപ്പോൾ മുഖ്യമായിട്ടും അലങ്കാറിൻ്റെ രണ്ട് ഭേദങ്ങളാണ്. ഏതൊക്കെയാണ്? ശബ്ദാലങ്കാർ, അർത്ഥാലങ്കാർ. ക്ലിയർ അല്ലേ? അലങ്കാർ എന്താണ്? കവിതാക്കോ അലങ്കൃത് കർണേ വാലെ ജോ ചീസ് ഹേ വോഹി അലങ്കാർ ഹേ. है ना? अलंकार के दो भेद हैं. ഫസ്റ്റ് വൺ ശബ്ദാലങ്കാർ, സെക്കൻഡ് വൺ അർത്ഥാലങ്കാർ. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദാലങ്കാറിൻ്റെ ഭേദങ്ങളാണ്. ശബ്ദാലങ്കാറിൽ ഒരു 5 ഭേദങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അനുപ്രാസ്, യമക്, ശ്ലേഷ്, വക്രോക്തി, പുനരോക്തി. ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. നമ്മുടെ സിലബസിലുണ്ട്, JLT സിലബസിൽ പറഞ്ഞതാണ്. അനുപ്രാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. യമക് ഉണ്ട്, ശ്ലേഷ് ഉണ്ട്. അപ്പോൾ അനുപ്രാസ്, യമക്, ശ്ലേഷ്, വക്രോക്തി, പുനരോക്തി ഇവ 5 എണ്ണം ശബ്ദാലങ്കാറിൻ്റെ ഭേദങ്ങളാണെന്ന് പഠിച്ചു വെക്കുക. ജഹാം ശബ്ദോं के माध्यम से कविता में सौंदर्य का भाव पैदा हो वहाँ ശബ്ദാലങ്കാർ है. അല്ലേ? എന്താണ്? ശബ്ദങ്ങളിലൂടെ കവിതയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ശബ്ദാലങ്കാരാണെന്നും നമുക്ക് പറയാൻ സാധിക്കും. അനുപ്രാസ് അലങ്കാർ എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ബാർ. ഒരു വർണ്ണത്തിൻ്റെ ആവൃത്തി, അതായത് ഒരക്ഷരത്തിൻ്റെ ആവൃത്തി ഒരുപാട് തവണ വരിക. ഒരു അക്ഷരം ഒരുപാട് തവണ ആവർത്തിച്ച് വരികയാണെങ്കിൽ എന്താണ്? അവിടെ അനുപ്രാസ് അലങ്കാറാണ്. യമക് അലങ്കാർ എന്ന് പറഞ്ഞാൽ ശബ്ദ് ദോയ ദോസെ അധിക് ബാർ ആയതോ വഹാം യമക് അലങ്കാർ ഹെ. അതായത് ഒരു ശബ്ദം ഒന്നിൽ കൂടുതലോ രണ്ടിലധികമോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ശബ്ദം തന്നെ 2 തവണ വന്നിട്ട് അതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണെങ്കിൽ അവിടെ യമക് അലങ്കാറാണ്. ഒരു ശബ്ദം ഒന്നിൽ കൂടുതലോ തവണ വന്നിട്ട് അതിൻ്റെ അർത്ഥം അലകാണെങ്കിൽ യമക് അലങ്കാറാണ്. ശ്ലേഷ അലങ്കാരോ ഒരു ശബ്ദമാണ്, പക്ഷേങ്കിൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ശ്ലേഷ അലങ്കാറാണ്. വക്രോക്തി എന്താണ്? വക്രമായിട്ട് കഹ കുച്ചോ അർത്ഥ കുച്ചോ എന്തൊക്കെയോ പറയും, അതിനും കുറച്ച് അർത്ഥങ്ങളുണ്ടാവും. അത് വക്രമായിട്ട് പറയുന്ന നമുക്ക് ആ ലൈൻസ് കണ്ടാൽ തന്നെ തിരിയും. ഒരു വ്യംഗ്യാത്മക പറയുന്നതാണ് വക്രോക്തി അലങ്കാർ. പുനരോക്തി എന്താണ്? ഏക് ശബ്ദ് ദോ ബാർ ഏക് ഹി അർത്ഥ്. ഒരു ശബ്ദം 2 തവണ വരിക, പക്ഷേങ്കിൽ അതിനെന്തായിരിക്കും? സെയിം അർത്ഥമായിരിക്കും. അതാണ് പുനരോക്തി അലങ്കാർ. അപ്പോൾ അനുപ്രാസ് അലങ്കാറിൽ നമ്മൾ പറഞ്ഞു ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ബാർ ആയതോ വഹാം അനുപ്രാസ് അലങ്കാർ ഹോ ജായേഗ. ഇത് മനസ്സിലാക്കി വെക്കുക. അനുപ്രാസാണ് അധികവും ക്വസ്റ്റ്യനിൽ കാണാറുള്ളത്. അപ്പോൾ അനുപ്രാസ് അലങ്കാർ എന്താണ്? ശബ്ദാലങ്കാറിൻ്റെ ഭേദമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അനുപ്രാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയണം ആവൃത്തി. അനുപ്രാസ് ക്യാ ഹെ? ആവൃത്തി ഹെ. ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ബാർ ആയതോ വഹാം അനുപ്രാസ് അലങ്കാർ ഹോ ജായേഗ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. കലനമേം കലിയന്മേം കച്ചാരന്മേം കുഞ്ചന്മേം ക്യാരിന്മേം കാലിന്മേം കിലുക്കത്ത് ഹേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാ വർണ്ണയ്ക്ക് ആവൃത്തി അല്ലേ? കലന്മേം കലിയന്മേം കച്ചാരന്മേം കുഞ്ചന്മേം ഇവിടെയൊക്കെ കാ വർണ്ണയ്ക്ക് ആവൃത്തി ഹോത്തി ഹേ. തോ യഹാം അനുപ്രാസ് അലങ്കാർ ഹേ. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഒരു വർണ്ണത്തിൻ്റെ ആവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പറയണം അനുപ്രാസ് അലങ്കാറാണ്. ഇനി നമുക്ക് ഈ അനുപ്രാസ് അലങ്കാറിൻ്റെയും 5 ഭേദങ്ങളുണ്ട്.
ഛേകാനുപ്രാസ്, വൃത്യാനുപ്രാസ്, ലാട്ടാനുപ്രാസ്, ശ്രുത്യാനുപ്രാസ്, അന്ത്യാനുപ്രാസ് എന്ന് പറഞ്ഞിട്ട്. ഇതും വളരെ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഛേക മീൻസ് എന്താണ്? ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ഏക് ബാർ, അതായത് ഒരു വർണ്ണത്തിൻ്റെ ആവൃത്തി ഒരു തവണയാണെങ്കിൽ ഛേകാനുപ്രാസാണ്. ഒരു വർണ്ണത്തിൻ്റെ ആവൃത്തി ഒരു തവണയാണെങ്കിൽ അതിന് ഛേകാനുപ്രാസ് എന്ന് പറയും. ഒരു വർണ്ണം മാത്രമാണ് കേട്ടോ. ഒരു വർണ്ണത്തിൻ്റെ ആവൃത്തി ഒരു തവണ മാത്രം വരിക, അങ്ങനെയാണെങ്കിൽ ഛേകാനുപ്രാസ്. വൃത്യാനുപ്രാസോ ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ഏക് സെ അധിക ബാർ ആയതോ വൃത്യാനുപ്രാസ്. ലാട്ടാനുപ്രാസ് എന്താണ്? ഏക് വാക്യക്ക് ആവൃത്തി ഏക് സെ അധിക. അപ്പോൾ ലാട്ടാനുപ്രാസിൽ എന്താണ്? വാക്യാണ്, വർണ്ണല്ല. വാക്യക്ക് ആവൃത്തി ഏക് സെ അധിക ബാർ ആയതോ ലാട്ടാനുപ്രാസ്. ശ്രുത്യാനുപ്രാസ് സുനാനേമിയും അനുപ്രാസോ, അതായത് നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവില്ലേ ആ ഒരു അനുപ്രാസം നമുക്ക് തോന്നിക്കുകയാണെങ്കിൽ ശ്രുത്യാനുപ്രാസമാണ്. അന്ത്യാനുപ്രാസം എന്താണ്? പങ്ക്തിക അന്തിം വർണ്ണ സമാനം, അതായത് റൈമിംഗ് വേർഡ്സ് പോലെ വരൂലേ. റൈമിംഗ് വേർഡ്സ് തുകാന്ത് ശബ്ദം എന്ന് പറയുന്നില്ലേ നമ്മൾ, ഒരു വരിയുടെ ലാസ്റ്റ് വരുന്ന ശബ്ദങ്ങളുടെ അന്തിം വർണ്ണ സമാനമായി വരികയാണെങ്കിൽ അവിടെ എന്താണ്? അന്ത്യാനുപ്രാസമാണെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഛേകാനുപ്രാസ് എന്താണ്? ജഹാം പർ ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ഏക് ബാർ ഹോ, അതായത് റഹിമൻ റഹിലാക്കി ഭലി എന്ന് പറയുമ്പോൾ റാ 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 വർണ്ണയ്ക്ക് ആവൃത്തി ഏക് ബാറാണ് അല്ലേ. റഹിമൻ എന്നുള്ളതിൽ റാ വർണ്ണം വന്നിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു വർണ്ണത്തിൻ്റെ ആവൃത്തി ഒരു തവണ മാത്രം വന്നത് റഹിമൻ റഹില. റഹിമൻ റഹില അവിടെ രണ്ട് റാ മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ നമുക്ക് പറയാം ഛേകാനുപ്രാസാണ്. അപ്പോൾ വൃത്യാനുപ്രാസം എങ്ങനെയാണ്? തരണി തനുജ തടുത്ത മാല തരുവർ, നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഏത്? കലൻമീൻ കലിയൻമീൻ കച്ചാരൻമീൻ കുഞ്ചൻമീൻ, അവിടെ എല്ലാം കാവർണ്ണയ്ക്ക് ആവൃത്തി ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? വൃത്യാനുപ്രാസിന് ഉദാഹരണമാണ്. താരണ്യ തണുച്ച തടുത്ത മാ തരുവർ ബഹുചായി എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? താവർണ്ണയ്ക്ക് ആവൃത്തി അധിക് ബാറായേ ഹേ, അതുകൊണ്ട് എന്താണ്? വൃത്യാനുപ്രാസാണ്. ലാട്ടാനുപ്രാസാണ്. लाट गुजराती शब्दाണ് കേട്ടോ. जहाँ पर एक वाक्य दो से अधिक बार आए तथा अन्वय करने पर उसका अर्थ बदल जाए. എന്താ ഇവിടെ കണ്ടോ? हमको लिखैया कहा कहा लिखैया हमको लिखैये है कहा कहन सबे लगी. ഇവിടെ എന്താണ്? വാക്യാണ് കണ്ടോ. हमको लिखैया എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 തവണ हमको लिखैया എന്നുള്ള വാക്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാട്ടാനുപ്രാസാണ്. ശ്രുത്യാനുപ്രാസം നോക്കിയേ. सुनने में अनुप्रास अर्थात शब्दों का अंतिम वर्ण समान हो. നമ്മൾ നേരത്തെ പറഞ്ഞ അന്ത്യാനുപ്രാസ് പോലെ തന്നെയാണ് ഏകദേശം. അന്ത്യാനുപ്രാസാണ് എന്താണ്? ഒരു പങ്ക്തിയിലെ അവസാനത്തെ ശബ്ദത്തിൽ അന്തിം വർണ്ണം സമാനമായിട്ടുണ്ടെങ്കിലാണ് അന്ത്യാനുപ്രാസ്. അപ്പോൾ ശ്രുത്യാനുപ്രാസം എന്താണ്? അവസാനത്തെ ഇങ്ങനെ ഓരോ ശബ്ദത്തിൽ ഇങ്ങനെ ശബ്ദത്തിൻ്റെ അവസാനം വരില്ലേ എൻഡിങ് വേർഡ്സ്, എൻഡിങ് വർണ്ണ സമാനമായിട്ട് തോന്നും. അതായത് കഹത്ത് നടത്ത് റീച്ചത്ത് ഖിച്ചത്ത് മിലത്ത് ഖിലത്ത് ലജിജാത്ത് ഇങ്ങനെ പറയുമ്പോൾ അത്താ വർണ്ണയ്ക്ക് ആവൃത്തി ഹേ അല്ലേ. താ വർണ്ണയ്ക്ക് ആവൃത്തി ഹോത്തി ഹേ. പിന്നെന്താണ്? അവിടെ ശബ്ദത്തിൻ്റെ അവസാനമാണ് വരുന്നത് അല്ലേ. അന്തിം വർണ്ണ സമാനമാണ്. അന്തിം വർണ്ണമാണ് സമാനമായിട്ടുണ്ടെങ്കിൽ കഹത്ത് എന്ന് പറയുമ്പോൾ കഹത്ത് എന്ന ശബ്ദത്തിൽ അന്തിം വർണ്ണ സമാനം. മിലത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ശബ്ദങ്ങളിലെ അന്തിം വർണ്ണം സമാനമാണെങ്കിൽ ആവൃത്തി ഹോത്തി ഹേത്തോ എന്താണ്? ശ്രുത്യാനുപ്രാസ്. അവിടെ ശ്രുത്യാനുപ്രാസാണ്. അന്ത്യാനുപ്രാസ് പറയുമ്പോൾ എന്താണ്? ഒരു പങ്ക്തിയിലെ അവസാനത്തെ ശബ്ദം അതിൽ അന്തിം വർണ്ണം എന്താവുക? സമാനമാവുക, അതായത് റൈമിംഗ് വേർഡ്സ്. അന്ത്യാനുപ്രാസ് മനസ്സിലാക്കുക. റൈമിംഗ് വേർഡ്സ് നോക്കിയാൽ മതി. അവസാനത്തെ എൻഡിങ് വർണ്ണം മാത്രം നോക്കിയാൽ മതി. 2 ലൈനിലുള്ള എൻഡിങ് വർണ്ണം നോക്കുക. സമാനാണെങ്കിൽ അന്ത്യാനുപ്രാസാണ്. ശ്രുത്യാനുപ്രാസം എന്താണ്? ഓരോ ശബ്ദത്തിലും അന്തിം വർണ്ണം എന്താവും? ഒരേപോലെ ആയിരിക്കും. അന്തിം വർണ്ണം സമാനവും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? യമകലങ്കാരണം. അപ്പോൾ അനുപ്രാസിലെ എല്ലാം നമ്മൾ പഠിച്ചു. ഛേകാനുപ്രാസ്, വൃത്യാനുപ്രാസ്, ലാട്ടാനുപ്രാസ്, ശ്രുത്യാനുപ്രാസ്, അന്ത്യാനുപ്രാസ്. ക്ലിയർ ആയില്ലേ? ഛേക് ഒരു തവണ ഒരു വർണ്ണയ്ക്ക് ആവൃത്തി ഏക് വർണ്ണയ്ക്ക് ആവൃത്തി ഏക് ബാർ,
प्रत्यानुप्रास एक वर्ण की आवृत्ति एक से अधिक बार, लाटानुप्रास एक वाक्य की आवृत्ति एक से अधिक बार, श्रुत्यानुप्रास सुनाने में अनुप्रास हो, अंतिम वर्ण समान हो. അന്ത്യാനുപ്രാസ് പങ്ക്തി കാ അന്തിം വർണ്ണ സമാന. അപ്പോൾ അന്ത്യാനുപ്രാസ് എന്താണ്? വരിയിലെ അവസാന വർണ്ണം സമാനമായിട്ട് വരിക, റൈമിങ് വേർഡ്സ്. ശ്രുത്യാനുപ്രാസ് എന്താണ്? ഓരോ ശബ്ദങ്ങളിലും അന്തിം വർണ്ണം സമാനമായി വരിക, അങ്ങനെയാണെങ്കിൽ ശ്രുത്യാനുപ്രാസ്. ലാട്ടാനുപ്രാസ് ഒരു വാക്യം ഒന്നിലധികം തവണ വന്നിട്ടുണ്ടെങ്കിൽ ലാട്ടാനുപ്രാസ്. प्रत्यानुप्रास एक वर्ण की आवृत्ति एक से अधिक बार आए तो प्रत्यानुप्रास. छेगानुप्रास എന്ന एक वर्ण की आवृत्ति एक बार ആണ്, അതും പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് യമകലങ്കാറാണ്. ശബ്ദാലങ്കാറിലെ രണ്ടാമത്തെ ഭേദം യമകലങ്കാർ. ജഹാം ഏക് ശബ്ദ ദോ യാ ദോ സെ അധിക് ബാർ ആയേ കിന്തു അർത്ഥ അലഗ് അലഗ് ഹോ. അതായത് രണ്ട് തവണയോ രണ്ടിൽ കൂടുതലോ ഒരു ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥം വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യമക അലങ്കാരാണ്. തീൻ ബേർ ഖാത്തി ഹേ വോ തീൻ ബേർ ഖാത്തി ഹേ, കനക് കനകത്തോ സൗഗുനി. ഇവിടെ തീൻ ബേർ ഖാത്തി ഹേ എന്നുള്ള അവിടെ ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് തീൻ ബേർ ഖാത്തി ഹേയിൽ മറ്റൊരു മീനിങ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ യമക അലങ്കാരം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ശ്ലേഷ അലങ്കാരാണ്. ജഹാം ഏക് ശബ്ദമേ കൈ അർത്ഥ ചിപ്കേ ഹോ. അതായത് ഒരു ശബ്ദത്തിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുക, അതാണ് ശ്ലേഷലങ്കാർ. ചരണധരത്ത് ചിന്താ കർത്ത ചിതവൻ ചാരോ ഓർ സുബരൻ കോ ഖോജത് ഫിറത് കവി വ്യഭിചാരി ചോർ. ഇവിടെ യഹാം സുബരൻ കാ അർത്ഥ, ഇവിടെ എന്താണ് സുബരൻ കാ അർത്ഥം എന്താണ്? സുന്ദർ വർണ്ണ സുന്ദർ സ്ത്രീ സോന, ഇതൊക്കെ എന്താണ്? ഈ സുബരൻ എന്ന ശബ്ദത്തിലെ മീനിങ്ങുകളാണ്. അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്? ശ്ലേഷലങ്കാറാണ്. ഏക് ശബ്ദമേ കൈ അർത്ഥ ചിപ്കേ ഹോ വഹാ ശ്ലേഷലങ്കാർ ഹേ. ക്ലിയർ ആയില്ലേ? വക്രോക്തി എന്താണ്? ടേഡ കഥൻ ഹേ വ്യംഗ്യാത്മക അർത്ഥ ലഗാനെ ലഗേ ഹേ. അതായത് ദ്വാർ പർ കോ പ്രിയഹരി തരു ശാഖ ജാഹോ പ്രിയ മധുസൂദൻ തൈരോ കാക്കാം. ഒരു വ്യംഗ്യാത്മക രീതിയിൽ പറയുകയാണെങ്കിലാണ് വക്രോക്തി വരുന്നത്. നെക്സ്റ്റ് പുനരോക്തിയാണ്. അലങ്കാർ ഫിർ സെ വഹി ബാത് കഹന. വീണ്ടും ഒരു കാര്യം പറയുന്ന പുനരോക്തി. ഏക് സെ അധിക് ബാർ ആയാ ഹേ തോ അർത്ഥ നഹി ബദൽത്ത. അപ്പോൾ അർത്ഥം ബദലാവുകയില്ല, അർത്ഥം മാറാതെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുക, അതാണ് പുനരോക്തി അലങ്കാരം. പെട്ടെന്ന് പറയുകയാണ് അർത്ഥാലങ്കാരമാണ് നെക്സ്റ്റ്. അപ്പോൾ ശബ്ദാലങ്കാരം നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ശബ്ദാലങ്കാരിൽ വരുന്നത്? അനുപ്രാസ്, യമക്, ശ്ലേഷ്, വക്രോക്തി, പുനരോക്തി. പിന്നെ അനുപ്രാസിൽ വരുന്ന ഏതൊക്കെയാണ് ഭേദങ്ങൾ? ഛേകാനുപ്രാസ്, വൃത്യാനുപ്രാസ്, ലാഠാനുപ്രാസ്, ശ്രുത്യാനുപ്രാസ്, അന്ത്യാനുപ്രാസ്. അപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അർത്ഥാലങ്കാറിൽ വരുന്ന ഭേദങ്ങൾ ഏതൊക്കെയാണ്? ഉപമ, ഉൽപ്രേക്ഷ, രൂപക്, വിനോക്തി. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഉപമയും ഉൽപ്രേക്ഷയും രൂപക് പിന്നെ അനുപ്രാസ് അതൊക്കെയാണ് എക്സാമിന് അധികം ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനൊരു ട്രിക്ക് ഉണ്ട്. ഉപമയും ഉൽപ്രേക്ഷയും രൂപകമൊക്കെ മനസ്സിലാക്കാൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. അതായത് വാചക ശബ്ദമാണ്. ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഹാംബർ ഉപമയ്ക്കോ ഉപമാൻ കെ സമാൻ ബതായ ജായ്. അപ്പോൾ ഉപമ ഉണ്ടെങ്കിൽ എന്താ? ഉപമയും ഉണ്ടാവും, ഉപമാൻ ഉണ്ടാവും, വാചക ശബ്ദം സാധാരണ ഒരു പങ്ക്തി തന്നിട്ട് അതിൽ എന്തുണ്ടാവും? ഉപമയും ഉണ്ടാവും, ഉപമാൻ ഉണ്ടാവും, വാചക ശബ്ദം ഉണ്ടാവും, സാധാരണ ധർമ്മം ഉണ്ടാവും. ഉപമേയ എന്ന ജിസ് വ്യക്തി അല്ലെങ്കിൽ വസ്തു की तुलना की जाती है वह ഉപമേയ है. ഏത് വ്യക്തിയുടെയാണോ ഏത് വസ്തുവിനെയാണോ നമ്മൾ തുലന ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഉപമേയ എന്ന് പറയുന്നത്. പിന്നെ ഉപമാൻ എന്താണ്? ഉപമയ്ക്ക് തുലന ജിസ്സെ കീജെ. ആരോടാണോ ഉപമേയത്തിൻ്റെ തുലന ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഉപമാൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? വാചക ശബ്ദം ഉണ്ടാകും. ഉപമേയ് और उपमान की तुलना जिस शब्द के द्वारा की जाती है उसे वाचक शब्द कहते हैं. അതായത് ഉപമേയും ഉപമാനും ഏത് ശബ്ദത്തിലൂടെയാണ് അതിനെ തുലന ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വാചക ശബ്ദം എന്ന് പറയുന്നത്. പിന്നെ ഉപമേയ് और उपमान की तुलना जिस उद्देश्य से किया जाए. നാലാമത് എന്താണ്? സാധാരണ ധർമ്മ. ഉപമേയ് और उपमान की तुलना जिस उद्देश्य से किया जाए तो അവിടെ സാധാരണ ധർമ്മം വരും. അങ്ങനെയാണ് ഉപമയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഉപമാ അലങ്കാരമാണ്.
ഉപമാലങ്കാരം നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, സീതാജി കാ മുഖ് ചന്ദ്ര കെ സമാൻ സുന്ദർ ഹെ. അപ്പോൾ സീതാജി കാ മുഖാണ് നമ്മൾ തുലന ചെയ്യുന്നത്. അതെന്താണ്? ഉപമേയാണ്. ഏതിനോടാണ് നമ്മൾ തുലന ചെയ്യുന്നത്? ചന്ദ്ര കെ സമാൻ, അല്ലേ? ചന്ദ്രനെ പോലെ. അതെന്താണ്? ഉപമാനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എക്സാമ്പിൾ നോക്കാം. സുബഹ് കി പഹലി കിരൺ സി ആരേ തും. നെക്സ്റ്റ് പറയുകയാണ്, ഫൂൾ സി ഏക് ബാല. നെക്സ്റ്റ് കുന്ത് ഇന്ദു സമദേഹ് ഉമാസ് രമൻ കരുണ സുമൻ. ഇവിടെ നോക്കിയേ, ജഹാം സാ സി സരസ് സം ശബ്ദ് ആയതോ ഉപമ അലങ്കാർ ഹെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പങ്ക്തി തന്നിട്ട് ആ പങ്ക്തിയിൽ നിങ്ങൾ സാ സി സരസ് സം ആയ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കാണുകയാണെങ്കിൽ, സാ സി സരസ് സം ബൈ ഹാർട്ട് പഠിച്ചോട്ടെ. സാ സി സരസ് സം ശബ്ദ ആയതോ വഹാം ഉപമ അലങ്കാർ ഹോ ജായക. ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് പറയാം ഉപമ അലങ്കാരാണെന്ന് കേട്ടോ. അപ്പോൾ ഉപമ അലങ്കാറിൻ്റെ സാമ്രാട്ട് മഹാകവി കാളിദാസ് കോ മാനാ ജാത്താ ഹെ. അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉപമ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? സാ സരസ് സി സം ഈ വാചക ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപമാലങ്കാരാണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു. രണ്ടാമത് രൂപക അലങ്കാരാണ്. ജഹാംബർ ഉപമേ और ഉപമാൻ में कोई भेद न हो. അതായത് ഒരു ഭേദവും ഇല്ലെങ്കിൽ, ഉപമാനത്തിലും ഉപമയത്തിലും ഒരു ഭേദവും ഇല്ലെങ്കിൽ, അവിടെ എന്താണ് വ്യത്യാസമില്ലെങ്കിൽ അവിടെ രൂപക അലങ്കാരമാണ്. സീതാജി കാ മുഖ് ചന്ദ്രമാ ഹേ. ഇവിടെ നോക്കിയാൽ സീതാജി കാ മുഖ് ചന്ദ്രമാ സാ എങ്കിൽ ചന്ദ്രസാ എന്ന്, അല്ലെങ്കിൽ ചന്ദ്രക്ക് സമാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? അവിടെ ഉപമയാണ്. ഇവിടെ നോക്കിയ സീതാജി കാ മുഖ് ചന്ദ്രമാ ഹെ. ഇവിടെ തുലനയില്ല, ഒരു വ്യത്യാസമില്ല. ആപ് ഷേർ ഹെ ചരൺ കമൽ ബന്ധോ ഹരിജൻ. യഹാംബർ വാചക ശബ്ദ നെഹി ഹെ. അപ്പോൾ വാചക ശബ്ദം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അവിടെ എന്താവും? രൂപക അലങ്കാരമാണ്. ക്ലിയർ ആയില്ലേ? സാ സമ സരസ് അങ്ങനെയുള്ള വാചക ശബ്ദം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉപമ അലങ്കാരമായിരിക്കും. വാചക ശബ്ദം ഒന്നും പങ്ക്തിയിൽ കാണുന്നില്ലെങ്കിൽ എന്തായിരിക്കും? അവിടെ രൂപക അലങ്കാരമായിരിക്കും. നെക്സ്റ്റ് ഉൽപ്രേക്ഷ അലങ്കാരമാണ്. ജഹാംബർ ഉപമയും ഉപമാനക്ക് സംഭാവന ബദായി ജായ്. അപ്പോൾ ഉപമാനത്തിൻ്റെ സംഭാവന പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഉൽപ്രേക്ഷ അലങ്കാരമാണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ്? വാചക ശബ്ദം, അതായത് ജന്നു മനു ജാനോ മാനോ മാനഹ് ജാനഹ് ആദി ആത്തേ ഹെ. അതായത് നമ്മൾ പങ്ക്തിയിൽ ജനു മനു ജാനോ മാനോ മാനഹ് ജാനഹ് ഇങ്ങനെയുള്ള വാചക ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് പൂട്ടി ഉത്തരം എഴുതണം. എന്താണിത്? ഉത്പ്രേക്ഷ അലങ്കാരമാണ്. സമ സാ സി സരസ് ഇങ്ങനെയുള്ള വാചക ശബ്ദമാണെങ്കിൽ എന്താണ്? ഉപമയാണ്. ജനു മനു മാനോ ജാനോ മാനഹം ജാനഹ് ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണെങ്കിൽ എന്താണ്? ഉത്പ്രേക്ഷ അലങ്കാരമാണ്. ഇവിടെ നോക്കിയേ, थी किस अनंग के थनुकी वहशी दिल सिजनी दुहरी അൽബേരി ബാഹലത യാ മാനോ സുർഖി എന്ന ലഹരി. ഉണ്ടോ? മാനോ ശബ്ദാത്യത്തോ വഹാം ഉത്പ്രേക്ഷ അലങ്കാർ ഹേ. വിനോക്തി അലങ്കാർ എന്താണ്? ജഹാം ബിനാ ശബ്ദ കെ ദ്വാര വസ്തു കി വ്യർത്ഥത ബദായി ജായ്. അപ്പോൾ ഒരു ശബ്ദവും ഇല്ലാതെ പറയാൻ. ഇപ്പോൾ രൂപക അലങ്കാരിലും ശബ്ദം വാചക ശബ്ദം വരുന്നില്ല, വിനോക്തി അലങ്കാരിലും വാചക ശബ്ദം വരുന്നില്ല. സർ ബിനു സർ സിജ് സർ സിജ് ബിനു സർ 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 ജി ബിനു സുരേ തൻ ബിനു യൗവൻ യൗവൻ ബിനു തൻ തൻ യൗവൻ പ്രീദൂർ. ഇവിടെ എന്താണ്? വ്യർത്ഥതയാണ്. വസ്തുക്ക് വ്യർത്ഥതയാണ് പറയുന്നത്. രൂപകിൽ എന്താണ് പറയുന്നത്? നമ്മൾ സരളവാക്യം പറയുന്ന പോലെ ഒരു ഭേദവും ഇല്ലാണ്ട് ഉപമയും ഉപമാനം പറയുന്നതാണെങ്കിൽ അവിടെ രൂപക അലങ്കാരമാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ രൂപകിലും വിനോക്തിയിലും എന്താണ്? വാചക ശബ്ദം വരുന്നില്ല. അപ്പോൾ നോർമൽ സെൻറ്റൻസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? രൂപക അലങ്കാരമാണ്. ഒരു ഭേദം, ഉപമയും ഉപമാനം തമ്മിൽ ഒരു ഭേദവും ഇല്ല. അങ്ങനെയെങ്കിൽ രൂപക അലങ്കാരമാണ്. ഇവിടെ വസ്തുക്ക് വ്യർത്ഥത ബദായി ജായത്തോ എന്താണ്? വിനോക്തി അലങ്കാരമാണ്. പിന്നെ വരുന്നത് മാനവീകരൻ അലങ്കാർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ജഹാം पर निर्जीव सजीव की तरह काम करे या निर्जीव का सजीव मान लिया जाए, जहाँ पर मानवीकरण अलंकार है. जब जब बाहें उठी मेघ की धरती का तनमन ललका, जब जब मैं गुजरा पनघट से പനിഹരിൻ ഹാരിൻ കാ ഘട് ഛലക്കാ ഹെ. അപ്പോൾ മാനവീകരണം എന്ന് പറയുക ഒരു നിർജീവ വസ്തുവിനെ
മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ അവിടെ എന്താണ് മാനവീകരൻ അലങ്കാരം. സാധാരണ അങ്ങനെയല്ലേ കവിതയിൽ, അല്ലേ? കവിതകളിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്. ഒരു വള്ളിയെയും ഒരു പൂവിനെയൊക്കെ നമ്മൾ എന്താണ് ഒരു സ്ത്രീയോടൊക്കെ ഉപമിച്ചിട്ടൊക്കെയാണ് കവിതയിൽ ഭംഗി കൂട്ടാറുള്ളത്. അപ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ വർണ്ണന വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് മാനവീകരൻ അലങ്കാരമാണ് എന്നും മനസ്സിലാക്കുക. ഇനിയും ഒരുപാടുണ്ട്. വിരോധാഭാസമുണ്ട്, വിഭാവന അലങ്കാരമുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. മാനവീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാനവീകരൻ അലങ്കാരം വരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അലങ്കാരം എന്താണെന്ന് നമ്മൾ പഠിച്ചു. काव्य की सुंदरता बढ़ाई जाए तो क्या हो जाएगा? അലങ്കാർ ഹോ ജായേഗ. അപ്പോൾ കാവ്യത്തിൻ്റെ സുന്ദരത വർദ്ധിപ്പിക്കുന്ന വസ്തു, അതായത് ശബ്ദാക അർത്ഥാവ, അതിനെയാണ് നമ്മൾ അലങ്കാർ എന്ന് പറയുന്നത്. പിന്നെ അലങ്കാരത്തിൻ്റെ 2 ഭേദങ്ങൾ, ശബ്ദാലങ്കാർ, അർത്ഥാലങ്കാർ. ശബ്ദാലങ്കാറിൽ വരുന്നതാണ് അനുപ്രാസ്, യമക്, ശ്ലേഷ്, വക്രോക്തി, പുനരോക്തി. പിന്നെ അനുപ്രാസ് അലങ്കാറിൽ വരുന്നത് ഏതൊക്കെയാണ്? ചേകാനുപ്രാസ്, വൃത്യാനുപ്രാസ്, ലാട്ടാനുപ്രാസ്, ശ്രുത്യാനുപ്രാസ്, അന്ത്യാനുപ്രാസ്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അർത്ഥാലങ്കാറിൽ വരുന്നത് ഉപമ, ഉത്പ്രേക്ഷ, രൂപക്. പിന്നെ ഏതാണ്? രൂപക് വരുന്നുണ്ട്, വിനോക്തി വരുന്നുണ്ട്, അല്ലേ? രൂപകും വിനോക്തിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഉപമയിൽ ഏതാണ്? സാ, സരസ്, സി എന്നുള്ള വാചക ശബ്ദമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉപമയാണ്. ഉത്പ്രേക്ഷ ചെനുമാനോ, മാനോ, ചാനോ എന്നുള്ള ശബ്ദങ്ങളൊക്കെ ആണെങ്കിൽ ഉത്പ്രേക്ഷ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പങ്ക്തിയിൽ നോക്കുക, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്.